3. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്കൊരു പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, ഇനിയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി ആകത്തക്ക രീതിയിലുള്ള ടിയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഇസ് Good morning. This is Ranjini Santosh. Welcome to my channel Alpha to Epsilon. Okay, അപ്പൊ നമ്മള് ജസ്റ്റ് കഴിഞ്ഞ ജനുവരി 2024 കഴിഞ്ഞ ജി മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതില് 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Let x is equal to x of t and y is equal to y of t be the solutions of the differential equations dx by dt plus ax is equal to 0 and dy by dt plus dy is equal to 0 respectively, such that a and b belong to the set of real numbers, given that x of 0 is equal to 2, y of 0 is equal to 1 and 3 into y of 1 is equal to 2 into x of 1. The values of t for which x of t is equal to y of t is option A log 2 to the base 2 by 3, B log 3 to the base 4, C log 4 to the base 3 and D log 2 to the base 4 by 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അവയുടെ സൊല്യൂഷൻസും തന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് 3 ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെയും പ്രൊസീജിയർ സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എക്സിന് എൽ എച്ച് എസിലും ടിയെ ആർ എച്ച് എസിലും വരത്തക്ക രീതിയിൽ റീഅറേഞ്ച് ചെയ്യുക. അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെയിം മെത്തേഡിൽ തന്നെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് പ്രൊസീജിയർ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. നമുക്ക് ആദ്യം എക്സിന്റെ കേസ് പ്രൊസീഡ് ചെയ്യാം. ആ സെയിം തന്നെയാണ് വൈയിലും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത് ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഡി ടി. ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ 2 സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ വരുന്നത് log mod x is equal to minus at plus c. ഇനി ഈ ലോഗ് വന്നത് കൊണ്ട് തന്നെ ആ ലോഗ് കളയാനായിട്ട് ജസ്റ്റ് ഇൻവേഴ്സ്, അതായത് എക്സ്പൊണൻഷ്യൽ 2 സൈഡിലും എടുക്കുക. അപ്പൊ വരുന്നത് x is equal to e raised to minus at plus c, that is e raised to minus at into e raised to c. സെയിം തന്നെയാണ് വൈയും വരുന്നത്. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു ഇ റേസ് ടു സി. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 2, വിച്ച് മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 2 ഇംപ്ലൈസ് നമുക്ക് ടി 0 കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ ടി 0 കൊടുക്കുമ്പോൾ ഇവിടെ 1, e raised to 0, that is 1. അപ്പൊ വരുന്നത് എക്സിന്റെ വാല്യൂ 2 ആണ്.
2 is equal to 1 into e raised to c, that is e raised to c, which implies x is equal to 2 e raised to minus at. Similarly, y of 0 is equal to 1 implies 1 is equal to e raised to c, which implies y is equal to e raised to minus bt. Okay. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ഇനി മൂന്നാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ, ദാറ്റ് ഈസ് 3 into y of 1 is equal to 2 into x of 1. That is 3 into y of 1, that is the value of y at t is equal to 1. That is 3 into e raised to minus b is equal to 2 into e raised to minus a. 2 into 2 e raised to minus at, that is 4 e raised to minus a. That is, നമുക്ക് തന്നെ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത് e raised to a minus b is equal to 4/3. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്കൊരു പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടി. ഇനി നമുക്ക് ഇനിയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി ആകത്തക്ക രീതിയിലുള്ള ടിയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി implies 2 e raised to minus at is equal to e raised to minus bt. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത് e raised to a minus b into t is equal to 2 എന്ന് വരും. 2 is equal to e raised to a minus b into t. It can be written as e raised to a minus b the whole raised to t. നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. e raised to a minus b is 4/3. So this becomes 4/3 the whole raised to t. Okay. നമുക്കറിയാം a raised to s is equal to c ആണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് log c to the base a ആണ്. ഓക്കെ, അപ്പൊ സിമിലർലി ഇവിടെ നമുക്ക് ടിയുടെ വാല്യൂ ആണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരുന്നത് ടി ഇസ് ഈക്വൽ ടു log 2 to the base 4/3 ആണ്. log 2 to the base 4/3. That is option D. Okay.